വെൽക്കം ബാക്ക് ടു ഹെലി 7. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടിൻ ക്യാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ലാമ്പാണ്. ഈ ഒരു ടേബിൾ ലാമ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് വുഡൻ പീസസും പിന്നെ ഒരു ടിൻ ക്യാനും ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ടിൻ ക്യാൻ യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ കുറച്ച് പ്ലാന്റേഴ്സ് ഞാൻ ഇതിനു മുന്നിലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ഞാനത് ലിങ്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു വുഡൻ പീസും പിന്നെ ഇതേ ടിൻ ക്യാനും പിന്നെ 2 നീളത്തിലുള്ള വുഡൻ പീസസും ആണ് വേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വുഡൻ പീസ് കട്ട് ചെയ്ത് എടുത്ത് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ അളന്നെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ആ ഒരു വുഡൻ പീസ്. അതിന് മേളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് കൂടിയാണിത്. ഇതും ആ ഒരു കറക്റ്റ് ലെങ്ത്തിൽ അളന്നെടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഇതുപോലുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പിന്നെ ഈ 2 നീളത്തിലുള്ള പീസസ് 2 സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണത് വെച്ച് നോക്കുന്നത്. എന്നിട്ട് അത് എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് നോക്കാം. നമ്മൾ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു പോയിന്റ് എവിടെ വേണം എന്നുള്ളത് നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ ഒരു ഹോൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതുപോലുള്ള ഏതെങ്കിലും ഷാർപ്പായിട്ടുള്ള ടൂള് വെച്ച് നമുക്ക് ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കാം. പിന്നെ ഒരു സൈഡിൽ എന്തോരം ലെങ്ത്തിലാണ് ആ ഹോൾ വന്നിട്ടുള്ളത് ആ ലെങ്ത് എടുത്തതിന് ശേഷം ഇപ്പുറത്തെ സൈഡ് നമ്മൾ അളന്നിട്ട് ഹോൾ ഉണ്ടാക്കണം. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ട് സെന്ററിലായിട്ട് ഒരു ഹോളും കൂടി ഉണ്ടാക്കണം. ഇതിൽ കൂടിയാണ് നമ്മൾ വയറ് കടത്തി വിടുന്നത് ബൾബിന്റെ. അപ്പോൾ അത്യാവശ്യം വയറ് കടക്കാൻ പാകത്തിലുള്ള ഒരു ഹോൾ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ 2 വുഡൻ പീസസിൽ ടിൻ ക്യാൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾ ഉണ്ടാക്കുവാണ്. അത് രണ്ടും സെയിം ലെങ്ത്തിൽ വേണം അളന്നെടുത്തിട്ട് നമ്മൾ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം ടിൻ ക്യാൻ എവിടെ ഫിക്സ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഹോള് 2 വുഡൻ പീസിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് ഈ 2 പീസസും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ടിൻ ക്യാൻ നമ്മൾ പെയിന്റ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ ഒരു ഗ്രീൻ കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിവിടെ 2 കോട്ട്സ് ഓഫ് പെയിൻ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ചെയ്യുക. ഇതുപോലെ സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഫിനിഷിങ് കിട്ടും. പിന്നെ അത് ഞാൻ ഡ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ സ്റ്റാൻഡിന് കൊടുക്കുന്നത് ഒരു ബ്രൗൺ കളർ, ലൈറ്റ് ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡിനും പിന്നെ ഈ 2 വുഡൻ പീസസിലും ഞാൻ ഈ കളറ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ബെൽറ്റ് എടുത്തിട്ടുണ്ട്. ഇത് യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ബെൽറ്റ് ആയിരുന്നു, പഴയ ഒരു ബെൽറ്റ്. ഈ ബെൽറ്റ് യൂസ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് ലെതർ ബെൽറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ DIYs ഒക്കെ ചെയ്യാം. അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ലിങ്ക് കൊടുക്കാം മേളിൽ. അപ്പോൾ ഞാൻ ആ ഒരു ടിൻ ക്യാൻ്റെ അളവിൽ ഈ ഒരു ബെൽറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഫ്ലെക്സ് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടിൻ ക്യാനിന് വേറൊരു ലുക്ക് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഈ പെയിൻറ് ചെയ്ത പാർട്സ് എല്ലാം ഫിക്സ് ചെയ്യുവാണ് സ്റ്റാൻഡിലേക്ക്. സ്ക്രൂ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പിന്നെ ആ ഒരു ഫസ്റ്റ് വുഡൻ പീസ് വെച്ച ആ ഒരു ലെങ്തിൽ തന്നെ നമ്മൾ മറ്റേ ഭാഗവും അളന്നെടുത്തിട്ട് ഫിക്സ് ചെയ്യണം. സെയിം ലെങ്തിൽ തന്നെ വേണം 2 ഭാഗത്തും ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ ടിൻ ക്യാൻ
ഈ 2 നീളത്തിലുള്ള വുഡൻ പീസസിലേക്ക് ഇതുപോലെ സ്ക്രൂ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ബെൽറ്റിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലുള്ള 2 കുറച്ച് ഭംഗിയുള്ള 2 ഐറ്റംസ് കിട്ടിയിരുന്നു. അപ്പോൾ അത് ഞാൻ ആ സ്ക്രൂ മറക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ടിൻ ക്യാൻ്റെ മേൽഭാഗത്തായിട്ടും ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബൾബും വയറും ഇതിലൂടെ കടത്തി കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളൊരു മൊബൈൽ ഹോൾഡർ കൂടിയാണ് ഈ ലാമ്പിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഒരു നീളത്തിലുള്ള പീസ് എടുക്കുക. അപ്പോൾ ദേ ഈ ഒരു സ്റ്റാൻഡിൻ്റെ അളവിൽ ഇതുപോലെ നമ്മൾ അളന്നെടുക്കണം. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. ഈ 2 പീസസ് നമ്മളിത് ഇതുപോലെ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പീസ് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ എടുക്കുക. മൊബൈൽ ആ സ്റ്റാൻഡിലൊന്ന് വെച്ച് നോക്കുക. അതിനുശേഷം ആ 2ാമത്തെ പീസും കൂടി നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിൻ ക്യാന് നമ്മൾ ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തത്. അപ്പോൾ ഈ സ്റ്റാൻഡിനൊരു ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു മെറ്റാലിക് ബ്രോൺസ് കളറാണ് യൂസ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ടേബിൾ ലാമ്പ് കം മൊബൈൽ ഹോൾഡർ ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.